നമസ്കാരം. കാഞ്ഞിരപ്പള്ളി സബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഷോപ്പിൽ ഗംഭീരമായിട്ടുള്ള ഓഫർ സെയിൽ നടക്കുമെന്ന് അറിഞ്ഞോ? ബൈ 1 get 1 ഫ്രീ ആണ്. കുർത്തീസ് എല്ലാം അല്ല കേട്ടോ, സെലക്റ്റഡ് ഐറ്റംസ്. അതുപോലെ സാരി 50 to 70% ഡിസ്കൗണ്ടഡ് ഐറ്റംസ് ഉണ്ട്. ഷർട്ട്, ജെൻസിൻ്റെ ഷർട്ടാണെങ്കിലും ബൈ 1 get 1 ഫ്രീ. ജെൻസിൻ്റെ ടീഷർട്ട്സ് ആണെങ്കിൽ ഹാഫ് പ്രൈസ് ആയിട്ട് കിടക്കുന്നത് എത്ര വിലയാണോ അതിൻ്റെ ഹാഫ് പ്രൈസാണ്. നമ്മൾ ആനുവൽ ക്ലിയറൻസിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം ഇത് ഓൺലൈനിൽ ലഭ്യമാക്കണമൊക്കെ ഒത്തിരി പേര് പറഞ്ഞു. ഓൺലൈനിൽ ബൈ 1 get 1 ഒക്കെ വെക്കാനും അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളുമുണ്ട്. എന്നാലും ഞാൻ ഓൺലൈനിൽ ഓഫർ സെയിൽ കാണിക്കുന്നുണ്ടല്ലോ. ഇന്നും ഒരു വളരെ കുറച്ച് സാരിയേ ഉള്ളൂ. ഡിമാൻഡ് ഉള്ള, ഭയങ്കരമായിട്ട് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു ഐറ്റമാണ് ഈ സെമി ജൂട്ട് സ്റ്റഫിൽ വരുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് സാരി. നിങ്ങൾ ഇതിൻ്റെ പല റേറ്റിൽ അടങ്ങുന്നുണ്ട്. 2000 എബോവ് തൊട്ട് അങ്ങോട്ട് അത്രയും ഒക്കെ റേറ്റ് വരെ, അതിന് എബോവിലൊക്കെ റേറ്റിൽ പോകുന്നതാണ്. ഇത് നമ്മൾ ഓൺലൈനിൽ കൊടുത്തിട്ടുണ്ട്, അല്ലാതെ ഷോപ്പിലും കൊടുത്തിട്ടുണ്ട്. 1799 ആണ് ഇതിൻ്റെ ആക്ച്വൽ റേറ്റ്. 1799 ആണ്. 1399 ആണ് ഇത് കൊടുക്കുന്നത്. പക്ഷേ ഇതിന് സ്റ്റോക്ക് വളരെ പരിമിതമാണ്. ഒരെണ്ണത്തിന് തന്നെ ഒത്തിരി പീസുകളൊന്നും ചോദിച്ചാൽ കാണത്തില്ല. നമ്മൾ നോർമൽ ഡേയ്സിൽ കൊടുക്കുന്ന ആ ഒരു ഇതില്ല. ഇതാണ് സാരി. ഇപ്പം നല്ലൊരു മസ്റ്റാർഡ് യെല്ലോയുടെ നല്ലൊരു കളർ കേട്ടോ. മസ്റ്റാർഡ് യെല്ലോയുടെ ഒരു ഇതിൽ ഈ ഒരു നല്ല ഡാർക്ക് മെറൂൺ വന്നിട്ട് ഇങ്ങനെ ഒരു ബോർഡർ വരുന്ന, താഴത്തെ ബോർഡർ, മേളിലത്തെ ബോർഡർ കുറച്ചും കൂടെ ചെറിയ ബോർഡർ ഞാൻ കാണിച്ചു തരാവേ. ഇത് വരും മുന്താണി. സാരി ആർക്കും അപരിചിതമല്ല, പക്ഷെ ആർക്കും ഉടുത്താൽ നല്ല ഭംഗിയായിട്ടുള്ള സാരി. അതുകൊണ്ട് തന്നെ ഈ സാരിക്ക് മാർക്കറ്റിൽ ഭയങ്കര ഡിമാൻഡാണ്. പല റേറ്റിൽ ഇറങ്ങുന്നുണ്ട്. ഇത് കണ്ടോ, ഇതാണ് ബ്ലൗസ്. അതായത് ഈ ഒരു ഡാർക്ക് ബ്രൗൺ എന്ന് പറയുന്നത്, ഇത് ശരിക്കും ഡാർക്ക് വൈൻ ആകട്ടോ, ബ്രൗൺ ആണെന്നേ തോന്നുള്ളൂ. അതിൻ്റെ ഈ ശകലം ഭാഗം കാണും, ഇത് മൊത്തത്തിൽ കാണും, മനസ്സിലാവും. മഞ്ഞ വൈനോട് ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക, നോക്ക്. ഇതുണ്ട് ബ്ലൗസ്. ഇത് വന്നിട്ട് ബ്ലൗസിൽ ഈ ഒരു കൈയൊക്കെ വെച്ച് നല്ല ഭംഗിയാണ്. ഇപ്പം നിന്ന് കാണുന്നതാണ് സാരിയുടെ കളർ കേട്ടോ, കറക്റ്റ് കളർ എന്ന് പറയുന്നത്. അത് അടുത്ത് വരുമ്പോഴത്തേനും ഇച്ചിരി കളർ വ്യത്യാസപ്പെട്ട് മങ്ങിയൊക്കെ തോന്നാം. നല്ല കളറാണ്, ആർക്കും ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെടുന്ന കളർ. ഞാൻ ഇതിനെപ്പറ്റി ഘോരം പുകഴ്ത്തുന്നില്ല, കാരണം സ്റ്റോക്ക് തീരെ കുറവാണ്. പിന്നെ ഒത്തിരി പുകഴ്ത്തിയിട്ട് കാര്യമില്ല. ഇതാണ് സാരി. മുകളിലത്തെ ബോർഡർ ഇങ്ങനെ, താഴത്തെ ബോർഡർ ഇങ്ങനെ. ഉടുത്ത് വെക്കാനും കൊണ്ട് നടക്കാനും ഒക്കെ സെമി ജൂട്ടുള്ളവർക്കറിയാം, കൊണ്ട് നടക്കാനും ഒക്കെ നല്ല ഇതാണ്. എന്നിട്ട് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങൾ എപ്പോഴും പറയുന്നത് തന്നെയാണ്, ഇത് കൂട്ടൊരു സാരി ഫോളും കൂടെ വെച്ചിട്ടേ ഉടുക്കാവുള്ളൂ. ഭയങ്കര വ്യത്യാസമുണ്ട് അതിനകത്ത്. അങ്ങനെ വരുമ്പോഴത്തേനുമേ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. കാരണം സ്റ്റഫ് നല്ല മാനേജബിളാണ്. ഇനി അതിൻ്റെ തന്നെ അടുത്ത കളറ് സെയിം കളേഴ്സാണ്, ബോർഡറിൽ മാത്രം വ്യത്യാസം. അത് ഒരു വൈൻ ഷെയ്ഡായിരുന്നു, ഇത് നല്ല ബോട്ടിൽ ഗ്രീൻ്റെ ഷെയ്ഡ്. ബോഡിയിലെ കളർ ഒന്നാണ്, ഇവിടുത്തെ കളർ മാത്രമേ മാറിയിട്ടുള്ളൂ. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഈ സാരിക്കൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ കാണാം, ഇങ്ങോട്ട് കൊണ്ടുവന്നേ, ഇതുണ്ട് ഇവിടേക്ക് ഇങ്ങനെ കളർ. ഇത് ഡൈയിങ്ങിൻ്റേതാണ്. ഇത് ഡാമേജോ കാര്യങ്ങളോ ഒന്നും അല്ല, ഇത് എല്ലായിടത്തും ഉണ്ട്, പല സ്ഥലത്തും ഉണ്ട്. ഇത് കണ്ടോ, ഡൈയിങ് അങ്ങനെ വരുമ്പോൾ ഡൈ ചെയ്യുന്ന സാരികൾക്കെല്ലാം അങ്ങനെ വരുന്നതാണ്. അത് ഡാമേജ് അല്ല കേട്ടോ. ഞാൻ എടുത്തു പറഞ്ഞതേ ഉള്ളൂ. ചിലർ ഈ മൈക്രോസ്കോപ്പിക് ആയി വെച്ചാൽ, അല്ലെങ്കിൽ എന്താണ് ഇതിനകത്തെ അപാകത എന്ന് തേടുന്ന അത് ക്യൂരിയോസിറ്റി ഉണ്ടാകാം, നല്ലതാണോ ചീത്തയാണോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ തേടുന്നവർക്ക് ചിലപ്പോൾ ഇതൊക്കെ കണ്ടെത്തിയിട്ട് അങ്ങനെ പറയും. പക്ഷെ അത് എല്ലാ സാരിക്കും ഉണ്ട്. ഞാൻ എല്ലാ സാരികളും കാണിച്ചു തരാം. എല്ലാ സാരിക്കും ഉണ്ട് ഡൈയിങ്. ഇതിലോട്ട് കയറി വരുന്നതാണ്. ഇതാണ് അടുത്ത സാരി. യെല്ലോയും നല്ല യെല്ലോ കേട്ടോ, നല്ല കളർ തോന്നിക്കുന്ന, ഏത് കളർ ടോണിലുള്ളവർക്കും കളർ തോന്നിക്കുന്ന കളർ. മുന്താണി വന്നിട്ട് വേണ്ട ഇങ്ങനെ, ബ്ലൗസ് ഗ്രീന് സെയിം തന്നെ, മുമ്പേ കാണിച്ചില്ലേ. ഇതിൻ്റെ ഈ വശത്തെ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം, ഈ ഒരു ബോർഡർ വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം. അപ്പുറത്തെ സൈഡിലത്തെ ഈ ഒരു ബോർഡറില്ലേ, ഈ ബോർഡർ വേണമെങ്കിലും വെക്കാം. 2 ബോർഡറും ബ്ലൗസിനും ഉണ്ട് ഗ്രീൻ കളറിൻ്റെ അറ്റത്ത്. അടുത്ത കളറ് നേവി ബ്ലൂ വിത്ത് യെല്ലോ. സോറി എന്തോ, യെല്ലോ വിത്ത് പീക്കോക്ക് ബ്ലൂ, നേവി ബ്ലൂ അല്ല. ഇത് കണ്ടോ ഡൈയിങ് പോയിരിക്കുന്നത്, കയറി വന്നിരിക്കുന്നുണ്ട്. ഇത് ഡാമേജ് അല്ല കേട്ടോ. ഈ സാരിക്ക് ഇങ്ങനെ വരുള്ളൂ. നിങ്ങൾ ഏത് സാരി എടുത്ത് നോക്കിയാലും ഇങ്ങനെ വരുള്ളൂ. ഇതിനകത്ത് പിന്നെ ഉണ്ടല്ലോ, ഇതിൻ്റെ ബോർഡറിൻ്റെ ഡിസൈനിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ആദ്യം കണ്ടതുമായിട്ട് വ്യത്യാസങ്ങളുണ്ട്. അതങ്ങനെ വരത്തുള്ളൂ കേട്ടോ. ഈ കോമ്പിനേഷൻസേ ഒന്നിച്ച് വരുള്ളൂ. ബോർഡർ ചിലപ്പം വ്യത്യാസപ്പെട്ടായിരിക്കും വരുന്നത്, ചെറിയ ഡിസൈനിലുള്ള നേരിയ വ്യത്യാസം. ഇത് കണ്ടോ, മുന്താണി വന്നിട്ട് ഇങ്ങനെ.
ഞാൻ അത്യാവശ്യം ഒരു കുറച്ചെണ്ണമെങ്കിലും തരാം. ഇതിൻ്റെ വ്യത്യാസമുണ്ട്, ഈ സാരിക്കും വ്യത്യാസമുണ്ട് കേട്ടോ. ഈ സാരിയുടെ ഇത് കേട്ടോ, 2 സൈഡിലത്തെയും ബോർഡർ ഒരേ രീതിയാണ്. അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിലും എടുക്കാം. റേറ്റ് സെയിം ആണോ ഇല്ലയോ അത് എനിക്കറിയത്തില്ല, ആണെന്ന് തോന്നുന്നു. എല്ലാത്തിനും വലിയ റേറ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇനി ബ്ലാക്ക് വിത്ത് ഇപ്പോഴും ആൾക്കാരുടെ ഏറ്റവും ഫേവററ്റ് കോമ്പിനേഷൻ ആയത് ബ്ലാക്ക് വിത്ത്. അത് ഇതിനും ഉണ്ട് കണ്ടോ, ഇങ്ങനെ കയറി ഇറങ്ങി വന്നിരിക്കുന്ന സ്റ്റഫിൽ. പിന്നെ ഇത് കണ്ടോ, നോക്ക്, ഇത് ഡാമേജ് അല്ല കേട്ടോ. ഇത് ഈ കാണുന്ന സാധനം ബ്ലാക്ക് വിത്ത് നല്ല ഡാർക്ക് റെഡ്, ചില്ലി റെഡ് കഴിഞ്ഞ് ചില്ലി റെഡ് എന്ന് പറഞ്ഞോ, അങ്ങനെ തന്നെ കരുതാം. ഇതാണ് ബോർഡർ, 2 സൈഡിലത്തെ ബോർഡർ ഇങ്ങനെ. ഈ മുകളിലത്തെ ബോർഡർ ഇതുണ്ടോ, ഇത് നോക്ക്, ഇങ്ങനെയാണ് കേട്ടോ. 2 സൈഡിലത്തെ ബോർഡർ ഒറ്റ വീതി, ഒറ്റ ബോർഡർ, ഒരേ മോഡൽ ബോർഡർ. ഡിസൈനിലൊക്കെ വ്യത്യാസമൊന്നുമില്ല. നല്ല ഭംഗിയാണ് ഉടുത്ത. കാരണം ഇത് കണ്ട് എത്രയോ കാലമായിട്ട് നമ്മൾ കാണുന്ന കോമ്പിനേഷൻസ് ആണെങ്കിലും ഇതിൻ്റെ സ്റ്റഫും ഈ സെമി ജൂട്ടിൻ്റെ സ്റ്റഫും പിന്നെ ഈ വരുന്ന കോമ്പിനേഷൻസ് എപ്പോഴും കാണാം. ഇതിപ്പോൾ കറുപ്പൊക്കെ ഉള്ളതാണ്, പക്ഷേ റെവർ ഗ്രീൻ ആയതുകൊണ്ടായിരിക്കാം. ഇത് കണ്ടോ, ഇത് സാധനം. ഇതിന് വില വ്യത്യാസമുണ്ടല്ലോ, നോക്കാം. സ്ക്രീനിൽ കാണും കേട്ടോ. വില ഡിസ്കൗണ്ടഡ് റേറ്റ് ആണ്. ഒറിജിനൽ റേറ്റിനെ കഴിഞ്ഞും ഒരു 300 രൂപ 350 രൂപ അത്രയേ ഉള്ളൂ ഡിസ്കൗണ്ട് റേറ്റ് വന്നിട്ടുള്ളൂ. സാധാരണ 1000 1500 ഒക്കെ ഡിസ്കൗണ്ട്. അപ്പോൾ അത്രയും റേറ്റുള്ള സാരിയാണ്. ഇത് പുതിയ സാരിയാണ്. നമുക്ക് ഇപ്പം ക്ലിയറൻസ് സെയിലിൻ്റെ ഭാഗമായിട്ട് ക്ലിയർ ഔട്ട് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പുതിയ സാരിയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ വീഡിയോ കാണിക്കുന്നല്ലേ. ഇത് ബേൺഡ് ഓറഞ്ച് അല്ലെങ്കിൽ റസ്റ്റ് ഓറഞ്ച് വിത്ത് വയലറ്റ് മുന്താണി വന്നിട്ട് ഇങ്ങനെ. ഇതിൻ്റെ ആദ്യം കാണിച്ച ഒരെണ്ണത്തിൻ്റെ 2 കണ്ടേ ഉള്ളെന്ന് പറയുന്നു. ബോർഡർ വ്യത്യാസപ്പെട്ട് വന്നിരിക്കുന്നു. ഇതിൻ്റെ മേളിലത്തെ ബോർഡറും താഴത്തെ ബോർഡറും എല്ലാം സെയിം തന്നെയാണ്. ഇത് കണ്ടോ, സെയിം തന്നെയാണ്. ബേൺഡ് ഓറഞ്ച് വിത്ത് വയലറ്റ്. ബ്ലൗസ് എല്ലാത്തിൻ്റെയും ഒന്നുമില്ല, ഞാൻ കാണിച്ചില്ലെങ്കിൽ തന്നെ നിങ്ങൾ ഓർക്കണം. ബ്ലൗസും മുന്താണിയുടെ കളറും ഒന്ന് തന്നെ. ഇതാണ് ബ്ലൗസ്, കണ്ടോ, ഇതാണ് ബ്ലൗസ്. വയലറ്റ്, നല്ല ഡാർക്ക് വയലറ്റ്. എന്നിട്ട് ഈ ഒരു സെറി നല്ല ഭംഗിയല്ലേ. എനിക്ക് അങ്ങനത്തെ സെറിയോട് ഭയങ്കര ഇഷ്ടം. ഗോൾഡൻ എന്നല്ല, അങ്ങനത്തെ വേറെ ഡിസൈൻ ഒന്നും ഇല്ലാതെ ഒറ്റ വീതിക്കുള്ള ഒരു സാധനം. പണ്ട് ട്രഡീഷണലാണ്. നമ്മുടെ പുതിയ മോഡലുകൾ ധാരാളം ഇറങ്ങുന്നുണ്ട്, എന്നാൽ പോലും അതിനൊരു ഭംഗിയല്ലേ. അടയ്ക്കും. ഇത് അടുത്തത്. ഇതൊക്കെ വില വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്നാണോ അങ്ങനെ കാണിക്കുന്നത്? ചിലതിന് ബാർകോഡും ചിലതിന് അല്ലാതെയൊക്കെ കാണുന്നത് തന്നെയാണ്. ചിലതിന് ബാർകോഡ്, അതോ എല്ലാത്തിലും ബാർകോഡാണോ? പല ബാർകോഡിൽ കിടക്കുന്നു. ഇതും ബേൺഡ് ഓറഞ്ച് വിത്ത് ഒലീവ് ഗ്രീൻ. കണ്ടോ, നല്ല സാരിയാണ്. 300 രൂപയുടെ ലാഭം ഉള്ളെങ്കിൽ പോലും ഇത് 1799 രൂപയ്ക്കായിരുന്നു ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ്. ഇത് വന്ന സമയത്ത് 1799 രൂപയ്ക്കാണ് ഇത് സെയിലാക്കിയത്. ധാരാളം സെയിലാക്കിയിട്ടുമുണ്ട്. ഓൺലൈനിലാട്ടെ ഷോപ്പിലാട്ടെ സെയിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ബാലൻസ് വന്നേക്കുന്ന കുറച്ച് പീസസ് മാത്രമാണിത്. അപ്പം വേണ്ടവർ വാങ്ങിച്ചോളുക. ഡിസ്കൗണ്ട് ഐറ്റം ആയതുകൊണ്ട് തന്നെ ഇതിനിപ്പോൾ റിട്ടേൺ എക്സ്ചേഞ്ച് റീഫണ്ടിൻ്റെ ഒന്നും പറയേണ്ട കാര്യം പോലും. കാരണം പുത്തൻ ഐറ്റമാണ്. അല്ല തന്നെ നമ്മൾ ഡാമേജ് ചെക്ക് ചെയ്തിട്ട് ഡാമേജ് എന്തെങ്കിലും കണ്ടാൽ നിങ്ങൾ അറിയാമല്ലോ, പലർക്കും അറിയാം, വിളിച്ച് കോൺടാക്ട് ചെയ്യുക. സാരി അയക്കാൻ പറ്റത്തില്ല, ഇത് ഡാമേജ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്താ, അത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഡിസ്കൗണ്ടഡ് റേറ്റ് സ്ക്രീനിലുണ്ട് കേട്ടോ. അപ്പം 1399 സാരി എന്ന് പറയുമ്പോൾ 1799 ആണ് ആക്ച്വൽ പ്രൈസ്. 1499 ആണ്, 1899 ആണ് ആക്ച്വൽ പ്രൈസ്. നമ്മൾ അത്രയും ഒരു പെർസെൻറ്റേജ് കണക്കാക്കിയാണ് ഡിസ്കൗണ്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്